ഭാരതാംബ വിവാദത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയെ രൂക്ഷമായി വിമർശിക്കുന്ന വാർത്താക്കുറിപ്പ് പുറത്തിറക്കി രാജ്ഭവന്റെ അസാധാരണ നടപടി. ഗവർണറുള്ള ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയത് കടുത്ത പ്രോട്ടോകോൾ ലംഘനം. ഇത് ഗവർണറെ അപമാനിക്കുന്നതിന് തുല്യമെന്ന് വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തുന്നു. കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് രാജ്ഭവന്റെ പരിപാടി മന്ത്രി വി ശിവൻകുട്ടി ബഹിഷ്കരിച്ചത്. മന്ത്രിയെ പ്രകോപിപ്പിച്ചത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രം വെച്ചതാണ്. ഗവർണർക്ക് അഹങ്കാരമെന്ന് വി ശിവൻകുട്ടി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇത് ശക്തമായ രാഷ്ട്രീയ നിലപാടാണ്. ഒരു കാരണവശാലും ഞങ്ങളിത് അംഗീകരിക്കുന്ന പ്രശ്നമല്ല. നിങ്ങൾ മഹാത്മാഗാന്ധിയുടെയോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പടം വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ ശക്തിയായി പ്രതിഷേധിക്കുന്നു. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഭരണഘടനയാണ് നമ്മുടെ എല്ലാം നട്ടില്ലെന്ന് പറയുന്നത്. മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മുകളിലല്ല. അത് നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങയുടെ ഈ രാഷ്ട്രീയ നിലപാടിലും നടപടിയിലും പ്രതിഷേധിച്ച് ഈ സമ്മേളനത്തിൽ നിന്ന് വാക്കൌട്ട് നടത്തി പോവുകയാണ്. അത് പറഞ്ഞിറങ്ങി പോകുന്നു. വിവരങ്ങളുമായി വി എസ് അനു ചേരുകയാണ്. വി എസ് അനു, നേരത്തെ പി പ്രസാദിനോട് സമാനമായി തന്നെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സർക്കാരെല്ലാം പി പ്രസാദിന് വലിയ പിന്തുണ നൽകിയപ്പോൾ ഒരു പിന്നോട്ട് പോക്ക് രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് കരുതിയതാണ്. പക്ഷേ അങ്ങനെയില്ല, രാജ്ഭവനും ഒരു ഭാഗത്ത് പോകുന്നു. അതോടൊപ്പം വി ശിവൻകുട്ടി ശക്തമായ പ്രതിഷേധം അറിയിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വാക്കുകളിലും അത് തന്നെയാണ് വരുന്നത്. ഏറ്റവും ഒടുവിൽ രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഒരു കടുത്ത വാക്കുകൾ ഉള്ള ഒരു വാർത്താക്കുറിപ്പ്. വാർത്താക്കുറിപ്പാണ് രാജ്ഭവന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. മന്ത്രി വി ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘിച്ചു. മാത്രമല്ല രാജ്ഭവനെയും ഗവർണറുടെ ഓഫീസിനെയും അദ്ദേഹം അപമാനിച്ചു എന്നടക്കമുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങൾ പറയുന്നു. ഇതിൽ ഒരു കാര്യം പറയുന്നുണ്ട്, മന്ത്രി തന്നോട് മന്ത്രിയുടെ അസാധാരണമായ അപ്രതീക്ഷിതമായ ഇറങ്ങിപ്പോക്ക് തന്നോടൊന്ന് പറയുക പോലും ചെയ്തില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപ്രകാരം വളരെ കൃത്യമായി പറയുന്നു. ഏറ്റവും അവസാനം ഈ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, അങ്ങ് ക്ഷമിക്കണം, ഇത് പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നു എന്ന് ഗവർണറോട് പറഞ്ഞിട്ടാണ് മന്ത്രി വി ശിവൻകുട്ടി ഈ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതേസമയം രാജ്ഭവൻ ഉന്നയിച്ച മറ്റു കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. അതായത് ശരിയെന്ന് പറയുമ്പോൾ അദ്ദേഹം ഉന്നയിച്ച ചില കാര്യങ്ങൾ, ഒന്ന്, മന്ത്രി വി ശിവൻകുട്ടി എഴുതി തയ്യാറാക്കിയ ഒരു കുറിപ്പുമായിട്ട് വന്ന് ഇത് വായിക്കുകയായിരുന്നു എന്ന് രാജ്ഭവൻ പറയുന്നത് ശരിയാണ്. മാത്രമല്ല സാധാരണ പ്രോട്ടോകോൾ പാലിച്ച് നടക്കേണ്ട ഒരു ചടങ്ങിൽ പ്രധാനപ്പെട്ട അതിഥി, അതായത് വി ഐ പി അവിടെ നിന്ന് മടങ്ങിയാൽ മാത്രമേ മറ്റുള്ളവർക്ക് അവിടെ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാനോ, മാത്രമല്ല ഈ ഓഡിയൻസിന് പോലും അവിടെ നിന്ന് ആ പ്രദേശത്ത് നിന്ന് പോകാനോ അനുവാദമുള്ളൂ. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് മന്ത്രി ഈ തന്റെ ഭാഗം വ്യക്തമാക്കിയ ശേഷം ആ ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തിരിക്കുന്നത്. തികച്ചും അസാധാരണമായ നടപടിയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുപോലെ തന്നെ അതിനേക്കാൾ അസാധാരണമായ നടപടി ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. മന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വാർത്താക്കുറിപ്പ് രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അസാധാരണമായ രാജ്ഭവൻ സർക്കാർ പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സുജീഷ്. വി എസ് അനു, എന്തായാലും ഭാരതാംബയുടെ ഈ ചിത്രം സംബന്ധിച്ച് വലിയ വിമർശനം സർക്കാർ തലത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരമൊരു സാഹചര്യം അവർ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ഇത്തരം ചിത്രം വയ്ക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് നേരത്തെ തന്നെ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായും നമുക്കറിയാം, രാജ്ഭവനിൽ ആദ്യമായി ഒരു RV അർലേക്കർ അദ്ദേഹം ഗവർണറായി വന്നതിന് ശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുമ്പോൾ RSS സൈദ്ധാന്തികന്റെ പ്രഭാഷണമായിരുന്നു. അതിനുശേഷം ഉണ്ടായത് ഇപ്പോൾ ഈ പറയുന്ന പോലെയുള്ള ഭാരതാംബ പി പ്രസാദ് പങ്കെടുക്കുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു. അന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരികയും ആദ്യഘട്ടത്തിൽ തന്നെ ഭാരതാംബയെ താൻ ഒഴിവാക്കില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷേ ഈ സർക്കാർ പരിപാടികളിൽ, പ്രത്യേകിച്ച് പ്രോട്ടോകോൾ കൃത്യമായി നടക്കേണ്ട ഇത്തരം പരിപാടികളിൽ ഭാരതാംബയെ വെക്കില്ല എന്ന ഒരു നിലപാട് രാജ്ഭവൻ ഒരു ഘട്ടത്തിൽ എടുത്തതാണ്. രാജ്ഭവനിലെ ആളുകൾ ഇക്കാര്യം വിശദമാക്കിയതുമാണ്. പക്ഷേ ഇന്നിപ്പോൾ ഈ പറയുന്ന ചടങ്ങിലേക്ക് ഈ ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്നു, മന്ത്രി പ്രതിഷേധിക്കുന്നു, മന്ത്രിക്കെതിരെ രാജ്ഭവൻ വാർത്താക്കുറിപ്പിറക്കുന്നു. ഇപ്പോൾ രാജ്ഭവനിലേക്ക് നേരത്തെ പറയുന്ന DFIയുടെ പ്രതിഷേധം ഇപ്പോൾ നടക്കുകയും ചെയ്യുകയാണ്. സുജീഷ്.
PSN ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സർക്കാർ രാജ്ഭവൻ പോര് അതിരൂക്ഷമാകും എന്ന് തന്നെയാണ് ഈ നിമിഷം നമുക്ക് പറയാനാവുക അല്ലേ? നമുക്കറിയാം SFI കഴിഞ്ഞ ദിവസം ഗവർണർക്കെതിരെ അതിരൂക്ഷമായ പ്രത്യക്ഷ സമരം, അതായത് മഹാത്മാഗാന്ധിയുടെയും അംബേദ്കറിന്റെയും ചിത്രങ്ങൾ ഗവർണർക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള വളരെ വലിയ ശക്തമായ സമരം തന്നെയാണ് SFI കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നടത്തിയിട്ടുള്ളത്. അത് RSS സൈദ്ധാന്തി അല്ലെങ്കിൽ RSS സ്ഥാപകനായ ഹെഡ്ഗേവാറിന്റെയും RSSന്റെ രണ്ടാമത്തെ സർസംഘചാലകമായിട്ടുള്ള ഗോൾവൽക്കറിന്റെയും അതുകൂടാതെ തന്നെ സവർക്കറുടെയും ഈ മൂന്നുപേരുടെ പടങ്ങൾ രാജ്ഭവനിൽ സ്ഥാപിച്ചത് പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം SFI കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടത്തിയതെങ്കിൽ DYFI ഇപ്പോൾ രാജ്ഭവന്റെ മുന്നിലേക്ക് തന്നെ സമരവുമായി എത്തുന്നു. സ്വാഭാവികമായും തിരിച്ചുള്ള സമരങ്ങളും ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ഭാരതാംബ എന്ന് പറയുമ്പോൾ, ഭാരതാംബ സങ്കല്പം എന്ന് പറയുമ്പോൾ RSSന്റെ സംഘപരിവാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കല്പമാണ്. അവരുടെ എല്ലാ പരിപാടികളിലും അവർ വിളക്ക് കൊളുത്തുന്നതും അവർ ഈ പറയുന്ന ചടങ്ങുകളിൽ വെക്കുന്നത് ഈ പറയുന്ന അവരുടെ RSS സർസംഘചാലകന്മാരായിരുന്ന ഹെഡ്ഗേവാറിന്റെയും ഗോൾവൽക്കറുടെയും ഭാരതാംബ ചിത്രത്തെ സർക്കാർ അവഗണിക്കുന്നു, CPM അല്ലെങ്കിൽ CPI അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ, രാഷ്ട്രീയ വിഷയമാക്കാൻ സ്വാഭാവികമായും BJPയും RSS അല്ലെങ്കിൽ സംഘപരിവാരും ശ്രമിക്കും. മന്ത്രി V ശിവൻകുട്ടിക്കെതിരെയും സ്വാഭാവികമായുള്ള പ്രതികരണങ്ങളും ഉണ്ടാകും. കുമ്മനം രാജശേഖരൻ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്.